നമസ്കാരം കുഞ്ഞുങ്ങളെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മൾ മലയാളത്തിൻ്റെ 4th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ചിറക് വിരിച്ച് എന്ന യൂണിറ്റിലെ മണ്ണാങ്കട്ടയും കരിയിലയും എന്ന ഭാഗത്തെ ഒരു കവിത നമ്മൾ പഠിച്ചു അല്ലേ. മുന്നറിയിപ്പ് എന്ന കവിത നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് സൈക്കിൾ ചവിട്ടാൻ എന്ന ഒരു കവിതയാണ്. ഒരു കുട്ടി യാത്രയ്ക്കൊരുങ്ങുകയാണ്. എവിടേക്കാണ് യാത്ര, എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. നിലാക്കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ ഒരു രസമാണ്. ചന്ദ്രനിലേക്കുള്ള സങ്കല്പയാത്രയാണ് PP രാമചന്ദ്രൻ്റെ സൈക്കിൾ ചവിട്ടാൻ എന്ന ഈ കവിത. ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു. എങ്ങനെ? മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിളിൽ. മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത് ആളുകൾ സൈക്കിൾ വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി ചെയ്തിരുന്നത്, യാത്ര ചെയ്തിരുന്നത്. മൈക്കിൾ ചേട്ടൻ്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. സൈക്കിൾ എടുക്കണം, യാത്ര പോകണം. യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ സൈക്കിൾ ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു. പക്ഷേ അതിനെല്ലാം കുട്ടി മറുവഴി കണ്ടിട്ടുണ്ട്. സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി. അവസാനം മൈക്കിൾ ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു. അങ്ങ് ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുമോ? നീലക്കുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളുമുള്ള മരതകപ്പട്ടുടുത്ത ഭൂമി. ഇവിടെ വന്ന് സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകില്ലേ? സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വന്നത് ആരാവും? അതെല്ലാം കവിതയിലുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നു. കവിതയ്ക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെപ്പറ്റി എന്തൊരു ചന്തമാണെന്നോ. ആകാശയാത്രയ്ക്കിടയിലെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ ചിത്രങ്ങൾ. ചാന്ദ്രയാത്രയ്ക്ക് നിങ്ങളും തയ്യാറാണോ? എങ്കിൽ പുറപ്പെട്ടോളൂ. നമുക്കും ഈ കുട്ടിയോട് കൂടെ ഒന്ന് യാത്ര ചെയ്യാം. അപ്പോൾ കവിത നോക്കിക്കോളൂ. നമുക്ക് ഈ കവിത ഒന്ന് ചൊല്ലി നോക്കാം. മൈക്കിള് ചേട്ടാ, സൈക്കിള് വേണം. എങ്ങടാ മോനെ? ചന്ദ്രനിലേക്ക്. എന്തിനാ മോനെ? നിലാവ് കൊള്ളാൻ. ബെല്ലില്ല മോനെ. നാവുണ്ട് ചേട്ടാ. ബ്രേക്കില്ല മോനെ. കാലുണ്ട് ചേട്ടാ. ടയറില്ല മോനെ. ചിറകുണ്ട് ചേട്ടാ. എന്നാൽ എടുത്തു. പോയിട്ട് വരാം കേട്ടോ. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി, ടാറിട്ട റോഡിന്മേൽ താളത്തിലോടി, ആഞ്ഞു കുതിച്ചപ്പോൾ തെങ്ങുമ്മേ കയറി, അവിടുന്നും ചവിട്ടി ആകാശം കയറി. അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യൻ ഇരിക്കുന്നു. എന്തട പയ്യൻ? പിടിവിട്ടു വീണു. പരിക്കെന്ത് പറ്റി? കാലൊന്നുളുക്കി. ഇനി എന്ത് ചെയ്യും? എടുത്തിട്ട് പോണം. പിന്നിലിരുന്നു. അങ്ങനെയാട്ടെ. എന്തടാ പേര്? ചന്ദ്രൻ എന്ന്. എവിടത്തെ ചന്ദ്രൻ? മാനത്തെ ചന്ദ്രൻ. എവിടെ പോണം? ഭൂമി പോണം. എന്തിനു പോണം? സൈക്കിൾ ചവിട്ടാൻ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള കവിത. എല്ലാവർക്കും ഇഷ്ടമായോ ഈ കവിത? ഇനി നമുക്ക് കവിയെപ്പറ്റി ഒന്ന് നോക്കാം. PP രാമചന്ദ്രൻ എന്ന മലയാളത്തിലെ ഉത്തരാധുനിക കവി എഴുതിയ കവിതയാണ് ഈ സൈക്കിൾ ചവിട്ടാൻ എന്ന ഈ കവിത. ബ്ലോഗർ, വെബ് മാസിക പത്രാധിപർ, അധ്യാപകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് കവി PP രാമചന്ദ്രൻ. മലപ്പുറം ജില്ലയിൽ 1962 ഇദ്ദേഹം ജനിച്ചു. ഇദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ് കാണെ കാണെ, രണ്ടായി മുറിച്ചത്, കാറ്റേ കടലേ തുടങ്ങിയവ. കാണെ കാണെ എന്ന കവിതാ സമാഹാരത്തിന് 2002 കേരള സാഹിത്യ അക്കാദമി അവാർഡും, കാറ്റേ കടലേ എന്ന കവിതാ സമാഹാരത്തിന് 2013 P കുഞ്ഞിരാമൻ നായർ സാഹിത്യ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. സൈക്കിൾ ചവിട്ടാൻ എന്ന ബാലസാഹിത്യ കൃതിയിലെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ കവിത. നിങ്ങളെല്ലാവരും ഈ കവിതയൊന്ന് വായിച്ചു നോക്കണം. വളരെ നല്ല മനോഹരമായ ഒരു കുഞ്ഞു കവിതയാണ് ഈ സൈക്കിൾ ചവിട്ടാൻ എന്ന ഈ കവിത. നമുക്ക് ഈ കവിതയുടെ അർത്ഥം ഒന്ന് നോക്കാം. കുട്ടി മൈക്കിൾ ചേട്ടനോട് സൈക്കിൾ ചോദിക്കുകയാണ്. അപ്പം മൈക്കിൾ ചേട്ടൻ എന്ത് പറയുന്നു? എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ കുട്ടിയുടെ മറുപടി എന്താണ്? ചന്ദ്രനിലേക്കാണ്. എന്തിനാണ് ചന്ദ്രനിൽ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താണ് പറയുന്നത്? നിലാവ് കൊള്ളാൻ ആണ് ചന്ദ്രനിലേക്ക് പോകുന്നത്. അപ്പോൾ മൈക്കിൾ ചേട്ടൻ സൈക്കിൾ കൊടുക്കാതിരിക്കാനായിട്ട് പറയുന്ന ചില ന്യായങ്ങളുണ്ടല്ലേ. എന്തൊക്കെയാണ്? ബെല്ലില്ല, ബ്രേക്കില്ല, ടയറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ബെല്ലില്ലെങ്കിൽ എന്തുണ്ട്? നാവുണ്ട് ചേട്ടാ. ബ്രേക്കില്ലെങ്കിൽ കാലുണ്ട്. ടയറില്ലെങ്കിൽ എന്താ? ചിറകുണ്ട്, പറന്നു പോകാം അല്ലേ. അപ്പോൾ ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ മൈക്കിൾ ചേട്ടൻ എന്ത് ചെയ്തു?
സൈക്കിൾ കൊടുത്തു അല്ലേ, എന്നാലും എടുത്തോ. അപ്പോൾ കുട്ടി പറഞ്ഞു പോയിട്ട് വരാം. അങ്ങനെയാവും പോയത്. സൈക്കിൾ വട്ടത്തിൽ ചവിട്ടി നീളത്തിലൂടി. എവിടെ കൂടെ? ടാറിട്ട റോഡിൽ താളത്തിൽ ഓടി. ആഞ്ഞു കുതിച്ചപ്പോൾ എന്തു പറ്റി? സൈക്കിൾ തെങ്ങിന്മേൽ കയറി. അവിടുന്ന് ചവിട്ടി ആകാശം കയറി. അങ്ങനെ ആകാശത്തൂടെ സൈക്കിൾ ചവിട്ടുന്ന കുട്ടി. അവിടെ സൈക്കിൾ ചവിട്ടി ആകാശത്തിൽ ചെന്നപ്പോൾ എന്താണ് കണ്ടത്? മേഘത്തിൽ ആരിയ്ക്കുന്നു? ഒരു പയ്യനിരിക്കുന്നു. അപ്പോൾ ആ പയ്യനോട് കുട്ടി ചോദിക്കുകയാണ്, എന്താടാ, എന്ത് പറ്റി? അപ്പോൾ എന്ത് പറഞ്ഞു? പിടിവിട്ട് വീണു. പിടിവിട്ട് വീണപ്പോൾ എന്തോ പറ്റി? പരിക്കെന്തെങ്കിലും പറ്റിയോ എന്ന് കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നു, കാലൊന്ന് ഉളുക്കി, നടക്കാൻ പറ്റുന്നില്ല. ഇനി എന്ത് ചെയ്യും? എടുത്തുകൊണ്ട് പോകണം. ഇനി ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലേ എനിക്കിവിടെ നിന്ന് മാറാൻ പറ്റുള്ളൂ. എനിക്കിവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്നെ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ കുട്ടി പറയണം, പിന്നിലിരുന്നോ, സൈക്കിളിൻ്റെ പിന്നിലോട്ട് കയറിക്കോ, അവിടെ ഇരുന്നോ, സൈക്കിളിന് പിന്നിലിരുന്നോ എന്ന് പറയാണ്. അപ്പോൾ ആ കുട്ടി പറയുന്നു, അങ്ങനെ ആവട്ടെ. അപ്പോൾ സൈക്കിൾ ചവിട്ടുന്ന കുട്ടി ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ പേര്? അപ്പോൾ അവൻ പറയുന്നു, എൻ്റെ പേര് ചന്ദ്രൻ എന്നാണ്. അപ്പോൾ ചോദിക്കുന്നത്, എവിടുത്തെ ചന്ദ്രൻ? മാനത്തെ ചന്ദ്രൻ. അപ്പോൾ സൈക്കിളിൽ കയറിയിരിക്കുകയല്ലേ. അപ്പോൾ ഇനിയും കുട്ടി ചോദിക്കുകയാണ്, നിനക്കിനി എവിടെയാണ് പോകേണ്ടത്? നിന്നെ എവിടെയാണ് ഞാൻ ആക്കി തരേണ്ടത്? അപ്പോൾ പറയുന്നു, എനിക്ക് ഭൂമിയിൽ പോകണം. അപ്പോൾ എന്തിനാണ് നീ ഭൂമിയിൽ പോകുന്നത്? സൈക്കിൾ ചവിട്ടാൻ അല്ലേ. അപ്പം ഭൂമിയിൽ നിന്ന് ഈ കുട്ടി സൈക്കിൾ ചവിട്ടാനായിട്ട് ആകാശത്തേക്ക് ചെന്നപ്പോൾ ആകാശത്ത് നിന്ന് ചന്ദ്രൻ പറയുകയാണ്, എനിക്ക് ഭൂമിയിൽ പോയി സൈക്കിൾ ചവിട്ടണമെന്ന് അല്ലേ. ഇതാണ് കവിത. കവിതയുടെ അർത്ഥം മനസ്സിലായില്ലേ? നമുക്ക് ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ്, കവിത താളമിട്ട് ചൊല്ലു. നിങ്ങളെല്ലാവരും വളരെ മനോഹരമായിട്ട് ഈ കവിതയൊന്ന് ചൊല്ലി നോക്കണം. അതിന് താളമൊക്കെ കൊടുത്ത് ഈണമൊക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ട് ചൊല്ലുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ, നിലാവ് കൊള്ളാൻ ഭൂമിയിലിരുന്നാൽ പോരെ, പിന്നെ എന്തിനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത്? എന്തായിരിക്കാം കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? നിലാവുള്ള രാത്രിയിൽ ചന്ദ്രൻ തോണി തുഴഞ്ഞു പോകുന്നത് കുട്ടി എന്നും സ്വപ്നം കാണാറുണ്ടായിരുന്നു. ആ സ്വപ്ന സാക്ഷാത്കാരത്തിനും പിന്നെ അങ്ങ് ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഈ ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും കുട്ടി ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് കുട്ടി ചന്ദ്രനിലേക്ക് സൈക്കിൾ ചവിട്ടി പോകാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൈക്കിൾ ചേട്ടൻ മറ്റെന്തൊക്കെ തടസ്സങ്ങളാണ് പറയാൻ സാധ്യത? കുട്ടിയുടെ മറുപടി എന്തായിരിക്കും? താളത്തിൽ പറയൂ. ഈ കവിതയിൽ കുറേ തടസ്സങ്ങൾ പറയുന്നുണ്ടല്ലേ. അത് കൂടാതെ വേറെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. എന്നിട്ട് അത് താളത്തിൽ ചൊല്ലൂ എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. സീറ്റില്ല മോനെ, ഇരിക്കില്ല ചേട്ടാ, കാറ്റില്ല മോനെ, ഊതാൻ ചേട്ടാ, ലൈറ്റില്ല മോനെ, നിലാവുണ്ട് ചേട്ടാ. ഇങ്ങനെ പല വരികളും നമുക്ക് കൂട്ടിച്ചേർക്കാം. അതുപോലെ നിങ്ങളും നിങ്ങളുടേതായ 2 വരികളും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയായിരിക്കാം ഭൂമിയിലെത്തിയ ചന്ദ്രൻ കണ്ടിട്ടുണ്ടാവുക? ആകാശം പോലെ വിശാലമായ കടലും അതിലെ തിരകളും പച്ചപ്പ് വിരിച്ച ഭൂമിയും നീണ്ടുകിടക്കുന്ന റോഡുകളും അതിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളും ഗ്രാമീണ സൗന്ദര്യവും നഗരത്തിൻ്റെ തിരക്കും നാടും മേടും കുന്നും എല്ലാം ചന്ദ്രൻ കണ്ട് ഭൂമിയിൽ പുളകമണിഞ്ഞു കാണും അല്ലേ. ഈ ഭാഗത്ത് നമുക്ക് ഇത്രയുമാണ് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിക്കുക, പഠിക്കുക. നമുക്ക് ഓണം എക്സാമൊക്കെ അടുക്കാറായി അല്ലേ. ഫസ്റ്റ് ടൈം എക്സാം അടുക്കാറായി. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.